റസൂൽ പൗലോസ് റുമാനിയക്കാർക്കെഴുതിയ റിസാലാത്ത് അധ്യായം 13. എല്ലാവരും ഹാക്കിമുകളെ അനുസരിക്കണം, കാരണം അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു സുൽത്തത്തുമില്ല. നിലവിലിരിക്കുന്ന സുൽത്തത്തുകൾ അള്ളാഹുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സുൽത്തത്തിനെ എതിർക്കുന്നവൻ അള്ളാഹുവിൻ്റെ ഹുക്കുമയെയാണ് എതിർക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ അവർക്കു തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സ്വാലിഹായ അമലുകൾ ചെയ്യുന്നവർക്കല്ല, ഷർറായ അമലുകൾ ചെയ്യുന്നവർക്കാണ് സുൽത്തത്തുള്ളവർ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് സുൽത്തത്തുള്ളവരെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ ഹൈറ് ചെയ്യുക, എന്നാൽ നിനക്ക് അതിൽ നിന്ന് മദ്ഹ് ലഭിക്കും. അവൻ നിന്റെ ഹൈറിനു വേണ്ടി അള്ളാഹുവിൻ്റെ ഖിദ്മത്തുകാരനായതാണ്. എന്നാൽ നീ ഷർറ് പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം. അവൻ വാൾ എടുത്തിരിക്കുന്നത് വെറുതെയല്ല. ഷർറ് ചെയ്യുന്നവനെതിരായി അള്ളാഹുവിൻ്റെ കോപം നടപ്പാക്കുന്ന അള്ളാഹുവിൻ്റെ ഖിദ്മത്തുകാരനാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ കൂടി വിചാരിച്ച് നിങ്ങൾ അവനെ അനുസരിക്കുക. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ്. സുൽത്തത്തുള്ളവർ ഇക്കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ വയ്ക്കുന്ന അള്ളാഹുവിൻ്റെ ഖിദ്മത്തുകാരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കണം. നികുതി അവകാശപ്പെട്ടവന് നികുതിയും, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കവും, ആദരവ് അർഹിക്കുന്നവന് ആദരവും, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനവും കൊടുക്കുക. തമ്മിൽ മുഹബ്ബത്ത് വെക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. അയൽക്കാരനെ മുഹബ്ബത്ത് വെക്കുന്നവൻ ശരീഅത്ത് കാമിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സിന ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റുള്ള വസിയത്തും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും ഹുബ്ബ് വെക്കണം എന്ന ഒരു വസിയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. മുഹബ്ബത്ത് അയൽക്കാരനിൽ ഒരു ദോഷവും ചെയ്യുന്നില്ല. അതുകൊണ്ട് മുഹബ്ബത്ത് ശരീഅത്തിൻ്റെ പൂർത്തീകരണമാണ്. നാം ഇതെല്ലാം ചെയ്യുന്നത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഉറക്കത്തിൽ നിന്നും ഉണരേണ്ട സമയമായി. ഇപ്പോൾ നമ്മൾ ഈമാൻ അർപ്പിച്ച സമയത്തേക്കാൾ അടുത്ത് ഇഖ്ലാസ് എത്തിയിരിക്കുന്നു. രാത്രി തീരാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇരുട്ടിൻ്റെ കാര്യങ്ങളെ ഒഴിവാക്കി വെളിച്ചത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകൽ സമയത്തെന്ന പോലെ നാം യോഗ്യമായി പെരുമാറുക. വെറിക്കൂത്തുകളിലും മദ്യലഹരിയിലുമല്ല, അവിഹിത വേശ്യകളിലും കുത്തഴിഞ്ഞ ജീവിതത്തിലുമല്ല, ലഹളയിലും കിബ്ർ പറയുന്നതിലുമല്ല ആകേണ്ടത്. എന്നാൽ റബ്ബായ ഈസാ അൽ മസീഹിനെ ഉടുത്തവരായി ജീവിക്കുക. ശരീരത്തിൻ്റെ മോഹങ്ങളിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക.